എൻ്റെ പേര് ജയ്സൽ. ഞാൻ കിനാലൂർ ഏഴുവണ്ടി സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ കഴിഞ്ഞ 16-ാം തീയതി കാലത്ത് 11 മണിക്ക് മുതൽ എൻ്റെ ഭാര്യയെ ഇത് വീട്ടിൽ നിന്ന് കാണാതായിട്ടുണ്ട്. എൻ്റെ ഏതാണ്ട് 8 ദിവസത്തോളായി. ഇതുവരെ വിവരമൊന്നുമില്ല. അന്ന് തന്നെ മിസ്സിംഗ് കേസ് ഉണ്ടായ സമയത്ത് തന്നെ ബാലുശ്ശേരി പോലീസിലും അതുപോലെ തന്നെ വടകര ഡിവൈഎസ്പിന്റെ നേതൃത്വത്തിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ വിവരമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ മകനെ കണ്ടുപിടിക്കാനുള്ള ഉദ്ദേശമാണ് എനിക്കിട്ടുള്ളത്. അതിന് പോലീസ് വേണ്ട രീതിയിൽ എന്നെ സഹായിക്കാനുള്ള വിശ്വാസമുണ്ട്. അതിന്റെ വേണ്ട കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്തിട്ട് എൻ്റെ മകൻ എവിടെയാണുള്ളത്, ഭാര്യ എവിടെയാണുള്ളത് കണ്ടുപിടിക്കാനുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനെ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാൻ പ്രവാസിയാണ്. അതിന്റെ മുന്നേ വിവാഹം കഴിഞ്ഞ ഏകദേശം 8 വർഷത്തോളം ഞാൻ ഒരുമിച്ച് ഇവിടെ താമസിച്ചതാണ്. നാട്ടിൽ തന്നെയായിരുന്നു. കുറച്ച് സാമ്പത്തിക വീടിന്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടാണ് രണ്ടാമത് ഞാൻ വിദേശത്തേക്ക് പോയത്. ഏകദേശം 2 വർഷമായിട്ട് ഞാൻ സൗദിയിൽ ജോലി ചെയ്യാണ്. ഈ മാസം 21-ാം തീയതി നാട്ടിൽ വരാനൊക്കെ ടിക്കറ്റും കാര്യമൊക്കെ എടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മിസ്സിംഗ് കേസ് വന്നത്. എനിക്കിപ്പോൾ നല്ല കാര്യമായിട്ട് എൻ്റെ മകനെ തിരിച്ചു കിട്ടാന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പരമാവധി ശ്രമിക്കുന്നത്. പക്ഷേ എന്താണ് ഇതിന്റെ പുറകിൽ നടന്നത്, എന്തെങ്കിലും ദുരിതം ഉണ്ടോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ വീട്ടിൽ വിളിക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഒന്നും അങ്ങനത്തെ ഒരു പ്രശ്നമോ കാര്യം എൻ്റെ വീട്ടിലില്ല. വളരെ സന്തോഷപൂർവ്വമാണ് കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷം ഞാൻ പറഞ്ഞില്ല, ഞാൻ പ്രവാസി ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വീട്ടിലില്ല. പിന്നെ ഒരു സുപ്രഭാതത്തിൽ നാട്ടിലേക്ക് വരാമെന്ന് വിചാരിച്ച ഒരാൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ മാനസികമായിട്ട് തകർന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവർക്ക് എന്താണ് സംഭവിച്ചത്, എൻ്റെ മകനെ തിരിച്ചു കിട്ടാനുള്ളൊരു നടപടി എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണം. അതിനൊരു പരിസമാപ്തിയിൽ എത്തണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ FB-ലാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു യുവതി മോനെയും കൊണ്ട് 13 പവനും കൊണ്ട് ഒളിച്ചോടിപ്പോയി, കാണാനില്ല എന്നുള്ളൊരു ന്യൂസ് കാണുന്നതാണ്. അവിഹിതം അവിഹിതം അവിഹിതം. സോഷ്യൽ മീഡിയ മൊത്തം തുറന്നു നോക്കുമ്പോൾ മൊത്തത്തിലും അവിഹിതം എന്നുള്ളൊരു ന്യൂസ് മാത്രമേ കേൾക്കാനുള്ളൂ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് അവിഹിതം സംഭവിക്കുന്നത് എന്നും കൂടെ നമ്മൾ ചർച്ച ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് മാത്രമേ കാര്യങ്ങൾ വ്യക്തമാവുള്ളൂ. അപ്പോൾ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ എന്താ പറയുക, എന്തുകൊണ്ടാണ് ആ പെണ്ണ് പോകാനുണ്ടായത് സാഹചര്യം എന്നൊക്കെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താ പറയുക, ഒരു നാണയം എടുക്കുന്ന സമയത്ത് നമ്മൾ ഇരുവശവും നോക്കണം അല്ലേ. ആ പെണ്ണ് ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് പോകാനുള്ള ഈ സാഹചര്യം എന്താണ്. ഇപ്പോൾ അയാൾ പറയുന്നുണ്ട്, ഈ പെണ്ണിൻ്റെ ഭർത്താവ് പറയുന്നുണ്ട്, സന്തോഷകരമായിട്ട് പോയ ഒരു ദാമ്പത്യ ജീവിതമാണ്, ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, സന്തോഷകരമായിട്ട് പോകുന്ന ഒരു ഇതാണ്, 2 വർഷമേ ആയിട്ടുള്ളൂ ഞാൻ സൗദിയിൽ പോയിട്ട് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ പുറമെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് മനസ്സിലാണ്. ഒരു ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും മാത്രമേ ആ ദാമ്പത്യ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. പുറമേ കാണുന്നവർക്കൊന്നും ആ ദാമ്പത്യ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് നമുക്കിങ്ങനെ ഇരുന്നിട്ട് പറയാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ആ ദാമ്പത്യ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല. നമുക്ക് മറ്റൊരാളുടെ ജീവിതം കാണുന്ന സമയത്ത് അവർ നമ്മുടെ കണ്ണിലൂടെ കാണുന്ന സമയത്ത് അവർ ഹാപ്പിയാണ്, അവർ തമ്മിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷെ ആ ദാമ്പത്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ. പുറമേ ഒരാൾക്കും അത് നോക്കിക്കാണാൻ കഴിയില്ല. അതാണ് വാസ്തവം. അപ്പോൾ എന്താ പറയുക, അപ്പോൾ അതൊക്കെ കൂടി മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നമ്മൾ ഒരു വ്യക്തതയിൽ എത്താൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ഇത് കാണുമ്പോഴേക്കും ഒരാളെ കുറ്റം പറയുന്ന ഒരു രീതി നമ്മൾ അവസാനിപ്പിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും വിശാൽ മീഡിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം കേട്ടോ. ഒന്ന് കണ്ടു നോക്കൂ. ഒന്ന് ഉള്ളു തുറന്ന് സംസാരിക്കണം. ഒരു കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാതെ ഒരു സ്ത്രീയും എന്ത് ചെയ്യില്ല അറിയും. നമ്മൾ ആ പുരുഷന്മാരോടാണ്, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ സ്നേഹവും കാണാതെ, അവരുടെ സ്നേഹം കാണാതെ വേറെ ആരോടെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് എന്തുമാത്രം ക്രൂരതയാണ് ചിന്തിച്ചത്. അത് വേറൊരാളെ പ്രോപ്പർട്ടിയാണ്, വേറൊരാളെ ഭാര്യയാണ്. നിങ്ങളുടെ ഭാര്യയുടെ സൗന്ദര്യമൊന്നും നിങ്ങളുടെ കണ്ണിൽ കാണില്ല. കാരണം നിങ്ങൾ അവരുടെ പെരുമാറ്റമാണ് പ്രശ്നം. നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ഈ രൂപഭംഗിയൊക്കെ ഇപ്പം കാണുമ്പോഴേ ഉള്ളൂ. വേറൊരാൾ പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ എന്തൊരു ഭംഗിയുള്ള ഒരാളല്ലേ എന്തോന്നും. പക്ഷെ പെരുമാറാൻ തുടങ്ങുമ്പോൾ ഇതൊക്കെ പോകും. ആ പെരുമാറ്റം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിലേക്ക് കൊണ്ടുപോയോ. കാമുകിക്ക് കൊടുക്കുന്ന സ്നേഹം, കാമുകിക്ക് കൊടുക്കുന്ന കെയറിങ്, അവരോട് കാണിക്കുന്ന പഞ്ചാര വാക്ക് സ്വന്തം ഭാര്യയോടൊന്ന് പറഞ്ഞു നോക്ക്. അതേ സ്നേഹം നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നേരെയാക്കുക എന്നല്ലാതെ ഇതുപോലത്തെ ഒരു രീതി ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇനി ഒരു കാര്യം ഞാൻ പറയുന്നു, ഇങ്ങനത്തെ പോക്കിൽ കൂടുതൽ താത്തമാരാണ്. നിങ്ങൾ എന്നോട് വിയോജിച്ചാലും ഇല്ലെങ്കിലും ഞാൻ പറയുന്ന മിസ്സിംഗ് ഗ്രൂപ്പിലൊക്കെ നിരവധി വരുന്ന ഫോട്ടോസുകളിലും വീഡിയോസുകളിലും കാണാം. ഈ കേസ് കൂടുതലും വരാറാരിലാണ്,
നമ്മളെ താത്തമാരാണ്. അപ്പോൾ മഹലിന്റെ അടിസ്ഥാനത്തിലൊക്കെ കൃത്യമായിട്ട് നമ്മൾ ഇതിന് അവയർനെസ് കൊടുക്കണം. വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാഷറിൽ നിന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള അതിന്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പോലീസൊന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിലെ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല. ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. ഊട്ടിയിൽ നിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ്, കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിന്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് കേട്ടില്ല. കൂടുതലും മുസ്ലിങ്ങളിലാണ്, താത്തമാരിലാണ് ഈ ഒരു ഇത് കാണുന്നത്. 35-40 വയസ്സിനിടയിലാണ് ഈ ഒരു ഒളിച്ചോട്ടം കാണുന്നത്. കല്യാണം കഴിഞ്ഞ് മക്കളായവരിലാണ് ഈ ഒരു ഒളിച്ചോട്ടം കാണുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ആ ദാമ്പത്യ ജീവിതത്തിൽ എന്താ പറയുക, ഒരു പൊരുത്തക്കേടുകൾ പറയുമ്പോൾ നമ്മൾ തുറന്ന് സംസാരിക്കണം. നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ തുറന്ന് സംസാരിക്കുക. അല്ലാതെ നമ്മൾ ഭാര്യയ്ക്ക് പറയാനുള്ളത് ഭാര്യ മനസ്സിൽ വയ്ക്കും, ഭർത്താവിന് പറയാനുള്ളത് ഭർത്താവ് മനസ്സിൽ വയ്ക്കും. പിന്നെ നമ്മൾ ഭാര്യമാർ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭർത്താവ് കേൾക്കാനും അവർ സമയം കണ്ടെത്തില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളും കാര്യങ്ങളും, അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ്. പിന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഭാര്യൻ്റെ മേൽ മാത്രം ചുമത്തപ്പെടുന്ന കുറേ ഭർത്താക്കന്മാരുണ്ട്. അപ്പം എനിക്ക് ആ മക്കൾ വയറ്റിലിട്ട് അവർ വരുമ്പോൾ തന്നെ കൊണ്ടുവന്ന രീതിക്ക് നിൽക്കുന്ന ആ ഭർത്താക്കന്മാരുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ രക്തത്തിൽ പിറന്ന മക്കളാണ്. നിങ്ങളുടെ മക്കളെ നോക്കാൻ ബാധ്യസ്ഥ നിങ്ങളാണ്, ഭർത്താക്കന്മാരാണ്. ഭാര്യമാർക്ക് എന്ന് പറയുമ്പോൾ വീട്ടിലുള്ള ഭാര്യമാരെ ഞാൻ ഇതായിട്ട് പറയില്ല. ഭാര്യമാരെ ചിലവും നോക്കണം, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണം. എല്ലാം കൂടി ഭാര്യമാരിൽ അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് എന്താണെങ്കിലും മെൻ്റൽ പ്രഷർ താങ്ങാൻ വയ്യാതെ എവിടെന്നെങ്കിലും കുറച്ച് എന്താ പറയുക, മോഹന വാഗ്ദാനങ്ങളായിരിക്കും. ഇപ്പോൾ അവിഹിതം എന്ന് പറയുന്നത് ഒരിക്കലും നല്ലൊരു പ്രവണതയായിട്ടേ ഞാൻ പറയുന്നില്ല. എന്താണെന്ന് ചോദിച്ചാൽ അതിൽ ഇപ്പം ഈ പറയുന്ന വ്യക്തി 3 മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ആ 3 മക്കളെ ഉപേക്ഷിച്ചവൻ എവിടെന്നോ ഒരു എന്താ പറയുക, 1 മാസത്തെ പരിചയം അല്ലെങ്കിൽ 2 മാസത്തെ പരിചയം വെച്ചിട്ട് ഒരു പെണ്ണിനെ സ്വീകരിച്ചുവെങ്കിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഭാര്യയെയും മക്കളെയും ഉപേക്ഷിച്ചിട്ടാണ് ഈ പെണ്ണിനെ സ്വീകരിക്കുന്നത്. അപ്പം അത്രയും വർഷം ഉണ്ടായിരുന്ന ഭാര്യയും മക്കളെയും ഉപേക്ഷിക്കാൻ ഒരു ദാക്ഷിണ്യം കാണിക്കാത്തവൻ ഈ ഇന്നലെ കണ്ട ഈ പെണ്ണിനെയും അതിൽ പറഞ്ഞ മകനെയോ അല്ലെങ്കിൽ മകളെയോ സ്വീകരിക്കാൻ തയ്യാറാവും. 13 പവനും കൊണ്ടാണ് പോയി എന്ന് പറയുന്നുണ്ട്. ആ 13 പവൻ തീരുന്നവരെ ഉള്ളതായിരിക്കും ഈ അവിഹിതത്തിൻ്റെ ഇത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻഷിപ്പും ഇല്ലാതാവും. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത്, ഒരു റിലേഷനിലോട്ട് വേറൊരു റിലേഷനിലോട്ട് ഒരു പെണ്ണ് പോകുന്നുണ്ട് എങ്കിൽ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത പല കാര്യങ്ങളും ആ ഓപ്പോസിറ്റ് റിലേഷനിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് അവർ പോകുന്നത്. നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. ഇപ്പോൾ ഇന്ന് കൊടുക്കേണ്ട കാര്യങ്ങൾ എപ്പോഴെങ്കിലും കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ ഒരു ഭാര്യ എന്ന് പറയുന്നത് കുറേ സ്വത്തോ സമ്പാദ്യമോ സ്വർണ്ണമോ മുതലോ ഒന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലും നിവർത്തി കൊണ്ടുപോകാൻ കഴിയാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ പിന്നെ ആ പെണ്ണുങ്ങൾ അത്രേ വില കൊടുക്കുകയുള്ളൂ. അവർ ആ ഒരു ഇതേ കൊടുക്കുകയുള്ളൂ. അവർ അതിൽ കൂടുതലൊന്നും കൊടുക്കാൻ യാതൊരു ചാൻസും. അപ്പോൾ ഈ വിശാൽ മീഡിയ പറഞ്ഞതിൽ 100% യോജിക്കുകയാണ്. അപ്പം കൂടുതലും ഈ മുസ്ലിങ്ങൾ തന്നെയാണ് ഈ ഒരു ഇങ്ങനെ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ ആഡംബര ജീവിതം ആഗ്രഹിക്കുന്ന, ഒരുപാട് ആഡംബരം ഇല്ലെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ കാര്യങ്ങൾ, നമുക്ക് അത്യാവശ്യം പുറത്ത് പോകണം. ശരിയാണ്, പല ഇതിലും പറയും നമ്മൾ അയൽപക്കത്തെ കണ്ട് ഇതാവരുത്. ശരി, നമ്മൾ അയൽപക്കത്തെ കണ്ട് പഠിക്കുകയല്ല എങ്കിലും ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ചില മര്യാദകളും ചില കാര്യങ്ങളുണ്ട്. അത് കിട്ടാതാവുമ്പോൾ ഇതുപോലെ വഴിതെറ്റിപ്പോകും. പിന്നെ വിശാൽ മീഡിയ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കൂ. കാരണം ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് പോയതാണ്. ഒരാളും ഒരു വീട്ടിൽ നിന്ന് ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ നിർബന്ധമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഭർത്താവിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളില്ല എന്നാണ്. അതെന്തായാലും പച്ചക്കള്ളമാണ്. ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു ഭാര്യ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോവില്ല. പിന്നെ പ്രശ്നം ഇവിടെ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ്. ഭർത്താവ് അതാണ് ആ വീഡിയോയിൽ പറയുന്നത്, എനിക്ക് എൻ്റെ കുഞ്ഞിനെയും തിരിച്ചു കിട്ടണം. അപ്പോൾ ഇവർ എങ്ങോട്ടാണ് പോയത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പം ഞാൻ പറയുന്നില്ല, അതൊക്കെ പോലീസ് കണ്ടുപിടിക്കട്ടെ. വിവാഹിതരായിട്ട് മക്കളുമായിട്ട് പോകുന്നവരിൽ നല്ലൊരു പങ്കും മുസ്ലിം താത്തമാരാണ്. അപ്പോൾ ഇതെന്താണെന്നൊന്ന് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. എന്താണ് ഇവരിങ്ങനെ പോകാൻ കാരണം? കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഈ കോഴിക്കോട് ബാലുശ്ശേരിയിലുള്ള ഷഹലാഷറിൽ നിന്നുള്ള 30 വയസ്സുള്ള യുവതിയും 7 വയസ്സുള്ള അതിന്റെ മോനും കാണാതായി. എനിക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടി. ആ വിവരങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. പോലീസൊന്നും പരിശോധിച്ചിട്ട് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. സത്യത്തിലെ കാര്യമായിട്ട് പോലീസ് പരിശോധിച്ചിട്ടില്ല.
അപ്പോൾ ആ സമയത്ത് ഭർത്താവ് ഗൾഫിലായിരുന്നു. ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണെന്ന് അറിഞ്ഞിട്ടാണ് ഈ യുവതി പോയിട്ടുള്ളത്. ഊട്ടിയിൽ നിന്ന് 13 പവൻ സ്വർണ്ണാഭരണങ്ങളും മറ ഡ്രസ്സൊക്കെ എടുത്ത് പ്ലാനഡ് ആയിട്ട് പോയ യുവതിയാണ്. ബാങ്കിൽക്കാണെന്ന് പറഞ്ഞ്, കനറ ബാങ്കിൽക്കാണെന്ന് പറഞ്ഞിട്ടാണ് ഭർത്താവിൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ ഇത് മുൻകൂട്ടി പ്ലാനാണ്. അതാണ്, ഒരു പെണ്ണ് ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇയാൾ പറയുന്നത് ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. ഒരിക്കലും നല്ല പോലെ സ്നേഹം കൊടുക്കുന്ന അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്ന ഒരു ഭർത്താവിൽ നിന്ന് ഒരു പെണ്ണും ഒരിക്കലും പോവാൻ ഇതാവില്ല. അപ്പോൾ ഇയാൾ പറയുന്നത് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അയാൾ പറയുന്നത് ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നാണ് പറയുന്നത്. ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു പെണ്ണ് വേറൊരു റിലേഷൻഷിപ്പിലാവുകയോ അല്ലെങ്കിൽ വേറൊരു ഇതിൽ ഒരു സുപ്രഭാതത്തിൽ ആ കുഞ്ഞിനെയും കൊണ്ട് പോവുകയോ ചെയ്യില്ല. നമ്മൾ സ്നേഹവും സന്തോഷവും സമാധാനം സ്വസ്ഥത ഒരു പെണ്ണിനുണ്ടെങ്കിൽ ആ പെണ്ണ് ഒരിക്കലും വഴിതെറ്റി പോവില്ല. പിന്നെ എല്ലാം സഹിച്ച് പിടിച്ച് കടിച്ച് ജീവിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ. അതിന് പിന്നെ ആ മക്കളെ ഓർത്ത് മാത്രം നീറി ജീവിക്കുന്നവരുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ജീവിതത്തിൻ്റെ സാഹചര്യം കൊണ്ട് ഒരുപാട് ഇതാകുന്ന സമയത്ത് ആ പെണ്ണ് ഇതായിപ്പോവും. പിന്നെ വേറൊരു വീഡിയോ കണ്ടതാണ്. ഒരു ഉസ്താദിൻ്റെ ഭാര്യയായിരുന്നു, സുൽത്താന എന്നാണോ അങ്ങനെ എന്തോ ആണ് പേര്. അയാൾ മലേഷ്യയിൽ പോയി വേറൊരു കല്യാണം കഴിച്ച് അയാൾ സുന്ദരമായി സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ ഭാര്യയുണ്ട്, ഒരു മോനുണ്ട്. അവരെ പൈസ അയച്ചു കൊടുക്കും, സമയത്തിന് പൈസ അയച്ചു കൊടുക്കില്ല, നേരെ നോക്കില്ല. അപ്പോൾ അവൾ എന്ത് ചെയ്തു, വേറൊരു മതക്കാരനെ കല്യാണം കഴിച്ചു. അവർ സുഖമായിട്ട് ജീവിക്കുന്നു, ഒഴിവായി സുഖമായിട്ട് ജീവിക്കുന്നു. പിന്നെ ഇങ്ങനെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡിവോഴ്സിന് നോക്കുക. ഒറ്റ സുപ്രഭാതത്തിൽ ഇറങ്ങി പോവാതെ, ഡിവോഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് കിട്ടില്ല, അതുകൊണ്ടാണ് അതൊന്നും നോക്കാതെ ഈ പെണ്ണുങ്ങൾ ഇറങ്ങി പോകുന്നത്. അപ്പോൾ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഇതും നമ്മുടെ അതിലൊരു ഓപ്ഷൻ അല്ല. കൗൺസിലിങ്ങും അതും ഇതൊക്കെ വെച്ചിട്ട് പിന്നെയും വീണ്ടും നമ്മളെ ദ്രോഹിക്കുന്ന ആ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, ഒന്നും നോക്കാതെ ഒറ്റയടിക്ക് ഇറങ്ങിപ്പോകും. അങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടിക്കും, ഷാഹിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്കും സംഭവിച്ചിരിക്കുന്നത്. ഒന്നും നോക്കാതെ പുള്ളിക്കാരി ഇറങ്ങിപ്പോയി. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. എന്തെങ്കിലുമൊക്കെ പ്രശ്നമില്ലാതെ ഒരു പെണ്ണും ഒരു സുപ്രഭാതത്തിൽ ഒരുത്തൻ്റെ കൂടെ ഇറങ്ങി പോവില്ല. അപ്പോൾ ഇറങ്ങിപ്പോയത് 3 മക്കളുള്ള ഒരാളുടെ കൂടെയാണ്. അപ്പോൾ അതും എത്രമാത്രം വിശ്വാസയോഗ്യമാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വേറൊരു ഇത് എന്താ പറയുക, ഒരു കുഞ്ഞിനെ കുരുതി കൊടുക്കുന്ന ഒരു ഇത് വരാതിരിക്കട്ടെ. ആ കുഞ്ഞിനെ തിരികെ കൊടുത്തിട്ട് നിൻ്റെ ഭർത്താവിൻ്റെ കൂടെ നിനക്ക് ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ കൂടെയാണ് ജീവിക്കാൻ താല്പര്യമെങ്കിൽ പറഞ്ഞ് ഇതാക്കി ജീവിക്കുക എന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആ കുഞ്ഞിനെയും കൂടെ ഇനി ബലി കൊടുക്കരുത് എന്നാണ് ഈ ഒരു ഇതിലെനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും ഒരു തെറ്റ് സംഭവിക്കാതെ ആ കുടുംബത്തിൽ ഒരു പ്രശ്നമില്ലാതെ ഒരു പെണ്ണ് വേറൊരുത്തരുടെ കൂടെ പോവില്ല എന്നാണ് 100% എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ വീഡിയോ കുറിച്ചിട്ട് ഈ ഷാഹിനെ കുറിച്ചിട്ടും എന്താണ് തോന്നുന്നത്, എന്താണ് അഭിപ്രായം എന്ന് വെച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള ഒരു ടോപ്പിക് പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.